ഗുഡ് ആഫ്റ്റർനൂൺ. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ട് മാനേജ്മെൻറ്റ്, ഇവിടെ ആരും ഇല്ലെങ്കിൽ പോലും മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പള്, ജീൻസ് സാർ, ഇവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഞാൻ മൺഡേ ഈ ക്ലാസ്സിന് ഇങ്ങോട്ട് കയറി വരുമ്പോഴേ തന്നെ കൊച്ചച്ഛനെയും പ്രിൻസിപ്പളെയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്തിനാ എൻ്റെ അച്ഛൻ ഈ ക്ലാസ്സൊക്കെ ഇനി ഇവിടെ, ഒരാഴ്ച നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് വരികയാണ്, ഇനിയും ഇനി ഒരാഴ്ച കൂടി നമ്മൾ അടുത്തൊരു ട്രെയിനിങ്ങിന് ഇരിക്കണം, തന്നെയല്ല എൻ്റെ ഫിംഗർ ചതയൂന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ചോദിച്ചു എന്താ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ കടിച്ചു പിടിച്ച് ഇംഗ്ലീഷ് പറഞ്ഞു ഇതിന് ചതവ് വരും മിക്കവാറും എന്ന് പറഞ്ഞു. അതിൽ അച്ഛൻ എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു, മിസ്സേ അതിന് വിരലിന് കടിച്ചു പിടിച്ച് അത് കളയണ്ട, കുറച്ച് ചരൽ വാരി വായിലിട്ടാൽ മതി പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ക്ലാസ്സിനായിട്ട് ഇങ്ങോട്ട് വരുന്നത് തന്നെ. വന്നപ്പോൾ സത്യത്തിൽ എനിക്ക് ഈ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യണമെന്നോ ഇതിങ്ങോട്ട് വരണമെന്നൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, സത്യം പറഞ്ഞാലോ ഉള്ളു പറയാനോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എല്ലാവരും നല്ല ആക്റ്റീവായിട്ട്, ഈ സാറ് പിന്നെ ഒരാളെ ഇവിടെ ഇരുത്തി കണ്ടിട്ടില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഡ്യൂട്ടി എടുത്ത് ആരും ഇവിടെ സ്റ്റേജിൽ കയറാത്തവരുമില്ല. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയിട്ടുള്ളത് ജലജ മിസ്സാണ്. ജലജ മിസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇംഗ്ലീഷായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മലയാളം മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും, ഇവിടെ കയറി ഭയങ്കര ഇംഗ്ലീഷൊക്കെ കേട്ട് ഞാൻ ഞെട്ടി സത്യം. അപ്പം അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് നമുക്കറിയാം, ആരാന്നറിയാം, ജിൻസ് സാറാണ്. നമുക്ക് പിന്നെ എന്താ പറയുക, കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഇവിടെ ക്ലാസ്സുകൾ നമ്മൾ കൂടിയിട്ടുണ്ടെങ്കിലും ആ ക്ലാസ്സൊക്കെ ബിജു സാറ് പറഞ്ഞാൽ ഈസും വാസും ദിസും ഡാറ്റും ഒക്കെ പഠിച്ച് വൈകുന്നേരം വരെ ആ സാറ് മാത്രം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും, നമ്മളെന്തെങ്കിലുമൊക്കെ ഡയറി നിറയും. പക്ഷെ അതുകൊണ്ടൊരു കാര്യമൊന്നും വലിയ ഉണ്ടായില്ല എനിക്കൊന്നും, അത് വേറെ കാര്യം. അതിലിങ്ങനെ എഴുതി പോവുക, പിന്നെ വന്നിട്ട് നമുക്ക് ഉണ്ടായി. പക്ഷേ ഇവിടെ വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എല്ലാവർക്കും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ സാറ് സഹിച്ചു, ബാക്കിയുള്ള എല്ലാവരും സഹിച്ചു എന്ന് മനസ്സിലായി. അതൊക്കെ നമുക്ക് ഇവിടെ വന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. അപ്പം ഈ ക്ലാസ് നമുക്ക് ഇത്രയും ആക്റ്റീവാക്കി തന്ന ജിൻസ് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ബാക്കി എല്ലാവരും സഹകരിച്ച എല്ലാ ടീച്ചേഴ്സും എല്ലാവരും എനിക്ക് തോന്നുന്നത് ആരും പിന്നോട്ടായിട്ട് മാറി നിന്നിട്ടില്ല, എല്ലാവരും ഒരുപാട് സഹകരിച്ചു. ഒരുപാട് താങ്ക്സ്.